ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ബാംഗ്ലൂർ എത്തിയതിന് ശേഷമുള്ള ഫസ്റ്റ് ഡേ എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ബാംഗ്ലൂർ പോകാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു 7:30 ആയപ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നേ. തലേ ദിവസം വൈകുന്നേരം 5 മണിക്കാണ് നമ്മൾ കൊല്ലത്തുനിന്ന് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ നമ്മൾ എത്തി, നല്ല രീതിയിൽ കിടന്നുറങ്ങി കേട്ടോ. സത്യം പറഞ്ഞാൽ യാത്ര ചെയ്തെന്നേ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട്. നേരെ പോയി ഫ്രഷ് ആയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് തൊട്ടടുത്ത് തന്നെയുള്ള റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നേ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവാണ്. ഈ ഒരു സമയത്തൊന്നും ഇവിടെ അങ്ങനെ വലിയ തിരക്കൊന്നും കണ്ടില്ല കേട്ടോ. രാവിലെ ജോലിക്ക് പോണവരും സ്കൂളിൽ പോണവരും അല്ലാതെ വേറെ അങ്ങനെ വലിയ തിരക്കൊന്നും കണ്ടില്ല. പിന്നെ ഞങ്ങൾ നേരെ റൂമിലെത്തി. ഇനി ഫ്രഷ് ആയിട്ട് നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ പോകാൻ വേണ്ടിയിട്ടുണ്ട്. ഞങ്ങൾ ആദ്യം തന്നെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് പോകാമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ നേരെ ചെന്ന് ബാഗൊക്കെ വെച്ച് ഫ്രഷ് ആയിട്ട് നമ്മൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്കാണ് പോകാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ സമയത്ത് സത്യം പറഞ്ഞ് ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കാണ് ഇവിടുത്തെ തിരക്ക് എന്താണെന്നുള്ള കാര്യം മനസ്സിലായത്. അങ്ങനെ നീണ്ട 1 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ നേരെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് എത്തിയിട്ടുണ്ട്. ബ്ലോക്ക് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ അത്രയും ലേറ്റ് ആയത്, അല്ലെങ്കിൽ ഇതിന് മുന്നേ എത്തേണ്ടതായിരുന്നു. ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഒരുപാട് മലയാളീസിനെയൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. തൊട്ടടുത്തൂടെ മലയാളം സംസാരിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കാണ് ഇവരൊക്കെ മലയാളികളെന്നുള്ള കാര്യം തന്നെ നമ്മൾ അറിയുന്നത്. അങ്ങനെ അടുത്തടുത്ത് തന്നെ കുറേ ഷോപ്പുകളുണ്ട്. ചെരുപ്പാണെങ്കിലും ഡ്രസ്സാണെങ്കിലും ഒക്കെ ഇങ്ങനെ അടുത്തടുത്ത് കുറേ ഷോപ്സ് ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഡ്രസ്സുണ്ട്, വേണോ? ഇവിടെയൊക്കെ ഡ്രസ്സുണ്ട്. ലേഡീസിൻ്റെ അത്രേ ഉള്ളൂ. ഒരുപാട് ഷോപ്പുകളിലൊന്നും കയറിയിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ ഞങ്ങൾ ഇവിടെ കയറിയിട്ടുണ്ടായിരുന്നേ. ഇവിടെയൊക്കെ കയറിയിട്ട് ഡ്രസ്സിൻ്റെ ഒക്കെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ പല ടൈപ്സ് ഉണ്ട് കേട്ടോ. കുർത്ത സെറ്റ് ആണെങ്കിലും ക്രോപ്പ് ടോപ്സ് ആണെങ്കിലും ക്രോപ്പ് ടീഷർട്ട്സ് ആണെങ്കിലും കുറേ ഉണ്ട്. പക്ഷെ അതൊക്കെ റേറ്റിനനുസരിച്ച് ക്വാളിറ്റിയിലും വ്യത്യാസം വരും. അതുപോലെ അങ്ങനെ ആണല്ലോ. ഇപ്പോൾ 150 റുപ്പീസ് തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. പക്ഷേ ഒട്ടും തന്നെ തുണിക്ക് ക്വാളിറ്റി ഇല്ലാത്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ ചെരുപ്പിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണെങ്കിലും പല റേറ്റിനുണ്ടായിരുന്നേ. പിന്നെ മെയിനായിട്ട് ക്ലിപ്പ്, കമ്മൽ, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ മെയിനായിട്ട് ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയതല്ല, മെയിനായിട്ട് സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടിരിക്കുക, അതാണ് ഞങ്ങൾ ഇറങ്ങിയത് തന്നെ. പിന്നെ കുറച്ചൊക്കെ ഒന്ന് കറങ്ങി കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ തൊട്ടടുത്ത മെക്ഡൊണാൾഡ്സ് ഉണ്ടായിരുന്നു, അങ്ങോട്ടൊക്കെയാണ് കേട്ടോ കയറിയത്. അങ്ങനെ വന്നു ഫുഡിന് ഓർഡർ എടുത്തിട്ട് നമ്മൾ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ കാര്യം വന്നിട്ട് എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ, നമ്മൾ ഇതുപോലെ ഫുഡ് കഴിക്കണമെങ്കിൽ ഇതുപോലത്തെ നല്ല റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് കഴിക്കുന്നതായിരിക്കും നല്ലത്. കാരണം വേറൊന്നുമല്ല, എനിക്കിവിടെ വന്നിട്ട് അങ്ങനെ മറ്റുള്ള ഹോട്ടലൊന്നും അത്ര അങ്ങ് ഓക്കെ ആയിട്ട് തോന്നിയില്ല. എൻ്റെ അഭിപ്രായമാണ്, എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഇനി ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഒന്നും കൂടി ഒന്ന് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് ചുറ്റിത്തിരിയണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഒരു മെയിൻ കാര്യം പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ, ഇത് കറങ്ങി തിരിഞ്ഞ് നമ്മൾ എങ്ങോട്ടേക്കാണ് ചെന്ന് കയറുന്ന അറിയത്തില്ല. ചിലപ്പോഴും നമ്മൾ ഒരു സൈഡിൽ നിന്ന് കറങ്ങി ആദ്യം വന്നിടത്തേക്ക് തന്നെ ആയിരിക്കും വന്ന് കയറുന്നത്. അങ്ങനത്തെയൊക്കെ കുറച്ച് കാര്യങ്ങൾ, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. ലാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളിതാണ്ട് ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ചു. ഇനി നമ്മളിനി വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ഇനി എന്തായാലും നമുക്ക് ബാക്കി വിശേഷങ്ങളാണ്. ബാ സമയം ഇപ്പോൾ ഒരു 6:30-7 മണിയുടെ അടുത്ത് ആവുന്നുണ്ട്. ഇവിടെ ആണെങ്കിൽ നല്ല മഴ പെയ്തുണ്ടായിരുന്നു കേട്ടോ. ഒരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് മഴ പെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ്. പിന്നെ അത് മാത്രമല്ല, ഈ സമയപ്പോഴത്തേക്ക് കുറച്ച് തിരക്ക് കൂടി വരുന്നുമുണ്ട്. കാരണം ഈ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്നവരും ഒക്കെ ആയിട്ട് കുറച്ച് തിരക്ക് കൂടിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ റോഡിലൊക്കെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ നല്ല തിരക്കാണ്. അതായത് നമ്മൾ അവിടെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തു.
അങ്ങനെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലെ കറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ. ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് ഇവിടുത്തെ ഒരു തിരക്കാണ് കേട്ടോ ഇപ്പോൾ ഈ കാണിച്ചു തരുന്നത്. നല്ല തിരക്കുണ്ട്. ഞങ്ങൾക്ക് ഇനി റൂം എത്തണമെങ്കിലും കറക്റ്റ് ഞങ്ങൾ ഇന്നത്തെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലെ യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് നേരെ റൂം എത്തിയിട്ടുണ്ട്. പിന്നെ നാളെ വേറെ കുറച്ച് സ്ഥലമൊക്കെ പോകണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോസായിട്ട് ഞാൻ വന്നേക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരിക്കും